ചോറ് കൊടുക്കണം കേട്ടോ. എല്ലാവരും നിന്ന് കഴിയാൻ നമ്മളാണ് വരുന്നത്. നീ വീട്ടിൽ എപ്പോഴും എത്തുമെന്ന് അറിയാൻ പറ്റില്ല. എല്ലാ ഒഫീഷ്യൽസും 3 ദിവസം അടിയന്തരമായി സ്റ്റേജിലേക്ക് എത്തണമെന്ന് നമ്മുടെ എത്തിച്ചേരേണ്ടതാണ്. ഇനിയും ഐറ്റം ചെയ്ത് നടത്തി തീർക്കാറുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്തുക. Hello. First place, just number. Government Higher Secondary School of Tengalam, and third place, just number 131. Durga Higher Secondary School, Sri Ragi PV, Degree Flower Girls Higher Secondary School, Kananga. Anaka KP, Government Higher Secondary Sakat, Shruti Matthew, Holy Family Higher Secondary School, Rajapura. ഈ 3 കുട്ടികളും അടിയന്തരമായി ഈ സ്റ്റേറ്റ്. മാസ്റ്റർ ഈ വർഷം മാർച്ചോടുകൂടി വിരമിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് സമുചിതമായിട്ടുള്ള ഒരു യാത്രയയപ്പ് നൽകുന്ന ഒരു ചടങ്ങാണ് ഈ മൈതാനിയിൽ ഇപ്പോൾ ഇവിടെ വെച്ച് നടക്കാൻ പോകുന്നത്. ചാമ്പ്യന്മാരാണ്
കബഡി എന്ന ഒരു വിഷയത്തിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു കായികാധ്യാപകനാണ് ശ്രീ കണ്ണൻ മാസ്റ്റർ. അത് എന്നെക്കാൾ ഉപരി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പ്രതിഭ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് വളരെയധികം മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അനുമോദന ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് ആനയിക്കുന്നു. ഒപ്പം നമ്മുടെ കായികമേളയ്ക്ക് മുൻപിൽ നിന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ ടി.എം. സദാനന്ദ് സാറും അദ്ദേഹത്തെ അനുഗമിക്കുന്നു. ഈ ചടങ്ങിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും തരണമെന്ന് വളരെ വിനയത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ KV59 ഏപ്രിൽ 16 ജനനം. ശ്രാവണബലഗോലയിൽ ഹേമാവതി ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ നിന്ന് കായിക അധ്യാപക പരിശീലനം നേടി. 1985 മംഗൽപാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ താൽക്കാലിക അധ്യാപകനായി സർവീസ് ആരംഭിച്ചു. 1986 മുതൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ക്രിക്കറ്റ്, ഫുട്ബോൾ, കബഡി മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ കബഡി താരമാണ് ശ്രീ KV. ക്കുള്ള ഉപഹാര സമർപ്പണം നടക്കുന്നത് നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ ടി.എം. സദാനന്ദൻ അവറുകളാണ്. അതിനായി അദ്ദേഹത്തെ വളരെ ആദരപൂർവം ക്ഷണിക്കുകയാണ്. കണ്ണൻ മാസ്റ്റർക്കുള്ള ഉപഹാര സമർപ്പണം കൂടി നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിർവഹിക്കുന്നു. ഇനിയും വിരമിച്ചതിന് ശേഷവും കണ്ണൻ മാസ്റ്ററുടെ സേവനം കായിക ജൂനിയർ പെൺകുട്ടികളുടെ 400 മീറ്റർ മത്സരത്തിലെ വിജയികൾ. ചെസ് നമ്പർ 379 ജസ്ന ജോസ് ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി. ചെസ് നമ്പർ 552 അനഘ KP ഹയർ സെക്കൻഡറി കക്കാട്ട്. ചെസ് നമ്പർ 381 ശ്രുതി മാത്യു ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി. ഈ 3 കുട്ടികളും വിക്ടറി സെറമണിക്കായി ഇവിടെ എത്തിച്ചേരണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. This is the first call, item number 169, 4 into 100 meters, 4 into 4. നിങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശം മിസ്റ്റർ ഗ്ലാൻസി അലക്സ് തരുന്നതാണ്. കൂടിയിട്ടുള്ള മനസ്സുമായിട്ടായിരിക്കണം മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കേണ്ടത്. എല്ലാ കുട്ടികളും ഈ 3 ദിനങ്ങളിലായി ഇവിടെ നിന്നുവിടുന്ന മേളയിലെ എല്ലാ കുട്ടികളും നമ്മുടെ കുട്ടികളാണ് എന്ന ഒരു ബോധം ഉൾക്കൊണ്ട് ഫൈനൽ മാർച്ച് പാസ്റ്റിലൂടെ കടന്നു വരുന്ന അത്ലറ്റ്സ് ഈ വേദിക്ക് മുമ്പിൽ, ഈ സ്റ്റേജിന് മുമ്പിൽ അസംബ്ലി ചെയ്യണം.
മലയോര ഗ്രാമത്തെ മുഴുവൻ ഉത്സവരഹിതമാക്കി മാറ്റിയ നമ്മുടെ ഹോസ്ദുർഗ് ഉപജില്ലാ കായികമേളയിലെ മത്സര ഇനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടുള്ള ഫൈനൽ മാർച്ച് പാസ്റ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. വിശിഷ്ട വ്യക്തികൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ മാർച്ച് പാസ്റ്റിന് ശേഷം നമ്മുടെ സമാപന ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ സമാപന ചടങ്ങുകൾ ആരംഭിക്കും. Mr. Vijay Krishnan, Honorable Secretary, you are awarded here. ഏതാണ്ട് ഒരു മാസത്തോളം ഈ കായികമേളയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി കയ്യും മെയ്യും മറന്ന് അധ്വാനിച്ച കമ്മിറ്റി ചെയർമാൻമാർ, കൺവീനർമാർ, കമ്മിറ്റി അംഗങ്ങൾ, PTA അംഗങ്ങൾ, ഒരുപറ്റം നല്ലവരായ നാട്ടുകാര്, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ, മാനേജ്മെന്റ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങള്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, മാധ്യമ പ്രവർത്തകര്, അടുത്ത സ്കൂളിലെ അധ്യാപകര്, ദീപശിഖ പ്രയാണത്തോടെ ഈ കായികമേളയ്ക്ക് നല്ല തുടക്കം കുറിച്ച നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികള്, ഒഫീഷ്യൽസ്, ഈ സ്കൂളിലെ NCC, സ്കൗട്ട്, ജൂനിയർ റെഡ് ക്രോസ് അംഗങ്ങൾ എന്നിവരുടെ സേവനത്തിന് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ടും നന്ദിയോടെ അവരുടെ പ്രവർത്തനങ്ങളെ സ്മരിച്ചുകൊണ്ടും ഈ കായികമേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി വിജയികളായ രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ, മാലക്കൽ AUP സ്കൂൾ, രാജപുരം ALP സ്കൂളിന്റെയും അവിടുത്തെ എല്ലാ കുട്ടികളെയും അധ്യാപകരെയും പ്രത്യേകവിധം അനുമോദിച്ചുകൊണ്ടും ഓരോ മത്സരത്തിലും വിജയികളായവരെയും പങ്കെടുത്തവരെയും പരിശീലനം നൽകിയവരെയും പ്രത്യേകിച്ച് ഈ സ്കൂളിലെ PET ആയ ജോൺസൺ സാറിനെയും സാറിനോടൊപ്പം കുട്ടികൾക്ക് പരിശീലനം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥി ജയകുമാറിനെയും ഇൻഡിവിജ്വൽ ചാമ്പ്യന്മാരെയും സെക്ഷൻ ചാമ്പ്യന്മാരെയും അനുമോദിച്ചുകൊണ്ടും ഈ കായികമേളയ്ക്ക് വേണ്ടി ധനസഹായം ചെയ്ത സുമനസ്സുകളായ ഓരോരുത്തരെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ സ്വാഗതം ആശംസിക്കട്ടെ. ഈ സമാപന സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ സ്കൂൾ മാനേജർ വെരി റവറൻഡ് ഫാദർ ഷാജി വടക്കേത്തൊട്ടി തൊട്ടതെല്ലാം പൊന്നാക്കുകയും നട്ടതെല്ലാം വടുവൃക്ഷമാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ മേളയുടെ വിജയത്തിനായി എല്ലാവരെയും സഹകരിപ്പിച്ചും പങ്കുകൊള്ളിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും തിരുത്തലുകൾ നൽകിയും കുറവുകൾ പരിഹരിച്ചും ആദ്യം മുതൽ അവസാനം വരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു, അല്ല നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായേക്കുമെന്ന് തോന്നിയ നേരം എല്ലാം മറന്ന് മേളയുടെ തലേ ദിവസം അച്ഛൻ തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ബഹുമാനപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന നമ്മുടെ സ്വന്തം MLA ശ്രീ E. ചന്ദ്രശേഖരൻ ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയും നാട്ടുകാരുടെ ക്ഷേമത്തിന് വേണ്ടിയും നിലകൊള്ളുന്ന ഒരു മഹത് വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ജോലി തിരക്കിനിടയിലും തന്റെ മണ്ഡലത്തിൽ നടക്കുന്ന ഈ മേളയിൽ വരികയും സാന്നിധ്യം കൊണ്ടും പ്രഭാഷണം കൊണ്ടും ഈ മേളയെ ധന്യമാക്കുകയും ചെയ്ത ശ്രീ E. ചന്ദ്രശേഖരൻ MLA ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വാശിയേറിയ മത്സരത്തിൽ കൂട്ടുകാരെ പിന്നിലാക്കി വിജയം വരിച്ച കുട്ടികളെയും കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കിയ സ്കൂളുകളെയും അംഗീകരിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും അവർക്ക് ട്രോഫികൾ നൽകുന്നതിനുമായി ഇവിടെ എത്തിയിരിക്കുന്ന കാസർഗോഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ രാഘവൻ മാസ്റ്റർ തന്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യതയോടെ ചെയ്യുകയും തന്റെ കീഴിലുള്ള ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അവയുടെ പ്രവർത്തനങ്ങളെയും നോക്കിക്കാണുകയും വിലയിരുത്തുകയും വളർച്ചയിൽ സന്തോഷിക്കുകയും ആവശ്യത്തിന് തിരുത്തലുകൾ നൽകുകയും ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ ബഹുമാന്യനായ GDA. സ്നേഹ പുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കുവാൻ എത്തിയിരിക്കുന്ന
പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാനും ഈ നാട്ടുകാരനും ഈ കായികമേളയ്ക്ക് ആദ്യം മുതലേ എല്ലാവിധ സഹകരണവും നൽകിയ ശ്രീ എ തോമസ് സാറിനെയും ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹോളി ഫാമിലി AAP സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ സജി സാറും PTA പ്രസിഡന്റ് ശ്രീ PL റോയും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളും മേളയുടെ പിന്നിൽ ചുക്കാൻ പിടിക്കാൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവരുമാണ്. രണ്ടുപേരെയും ഒറ്റ വാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹോളി ഫാമിലിയുടെ നെടുംതൂണായി എന്നും എപ്പോഴും ഏത് പ്രശ്നത്തെയും പുഞ്ചിരിയോടെ നോക്കിക്കാണുകയും സന്തോഷത്തോടെ പരിഹരിക്കുകയും എവിടെയും തക്ക സമയത്ത് ഓടിയെത്തുകയും ഏത് ജോലി വേണമെങ്കിലും ചെയ്യുവാൻ സന്നദ്ധത കാണിക്കുകയും ഈ മേളയെ ഇത്ര ഭംഗിയാക്കുവാൻ കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടെ നോക്കിക്കണ്ട് പ്രവർത്തിച്ച ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ സന്തോഷ് സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗത കമ്മിറ്റി ചെയർമാൻ കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിഘ്നേശ്വര ഭട്ട്, നമ്മുടെ പ്രിയപ്പെട്ട സ്വാമി, നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനാണ്, എനിക്കും ഈ നാട്ടുകാർക്കും. ഈ മേളയെ മേളയാക്കി മാറ്റുന്നതിന് ഈ കള്ളാർ പഞ്ചായത്തിലെ എല്ലാ നാട്ടുകാരെയും പങ്കെടുപ്പിക്കുന്നതിന് ത്രിതല പഞ്ചായത്തിലെ എല്ലാ മേധാവികളെയും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നതിന് നമ്മുടെ ഈ സ്കൂളിൽ പേരും പെരുമയും ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഇത്രയേറെ കഷ്ടപ്പെട്ട നമ്മുടെ സ്വാഗത കമ്മിറ്റി ചെയർമാൻ വിഘ്നേശ്വര ഭട്ട് സ്വാമിയെ പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ കായികമേളയെ ചരിത്രമേളയാക്കി നമ്മുടെ മനസ്സുകളിൽ എഴുതി വയ്ക്കുവാൻ തക്കവിധം അത്ര ഗംഭീരമാക്കി തീർത്ത നല്ല വാഗ്മിയും സംഘാടകനും നേതൃത്വവുമുള്ള നമ്മുടെ AO ശ്രീ സദാനന്ദ സാറിന്റെ നല്ല പ്രവർത്തനങ്ങളെ നന്ദിയോടെ ഓർത്തുകൊണ്ട് സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫ്ലാഗ് സെറമണി നടത്തുന്ന നമ്മുടെ ഈ മേളയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി മഞ്ഞും വെയിലും കളയാതെ നമ്മുടെ ഗ്രൗണ്ടിലായിരുന്ന ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ വിജയകൃഷ്ണൻ സാറിനെയും പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മേളയെ വളരെ ഭംഗിയായി ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഈ സമ്മേളനത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന ജനപ്രതിനിധികൾ, മാതാപിതാക്കൾ, മറ്റ് സ്കൂളിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന പ്രിൻസിപ്പൽസ്, HMs, ടീച്ചേഴ്സ്, പൂർവ്വ വിദ്യാർത്ഥികൾ, നല്ലവരായ നാട്ടുകാർ, അയൽക്കാർ, കുട്ടികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇനിയും 3 ദിവസമായി നമ്മുടെ കാതുകൾക്ക് ഇമ്പകരമായ വിധത്തിൽ അനൗൺസ്മെന്റ് നടത്തിയ നന്ദകുമാർ സാറിന്റെയും രാധ ടീച്ചറിന്റെയും സൗണ്ടിന്റെ അലയൊഴികൾ നമ്മുടെ കാതുകളിൽ ഇപ്പോൾ സ്മരിച്ചുകൊണ്ടും അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ മുഴങ്ങി കേട്ടുകൊണ്ടും ഇരിക്കുകയാണ്. 3 ദിവസമായി സൗണ്ടിന് യാതൊരു വ്യത്യാസവുമില്ലാതെ ഈ കായികമേളയുടെ എല്ലാ സ്പിരിറ്റും ഉൾക്കൊണ്ട് അനൗൺസ് ചെയ്ത നമ്മുടെ രാധ ടീച്ചറിനെയും നന്ദകുമാർ സാറിനെയും പ്രത്യേകം നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വിജയികളായി തീർന്ന എല്ലാ കുട്ടികളെയും അനുമോദിച്ചുകൊണ്ടും കളിച്ചിട്ട് സമ്മാനം നേടിയില്ലെങ്കിലും ജീവിതത്തിൽ വിജയം നേടുമെന്ന് ഉറപ്പുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ടും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ നാട്ടുകാരെയും ഈ സ്ഥാപനത്തോട് അടുത്ത് ബന്ധം പുലർത്തുന്ന എല്ലാ സ്ഥാപനങ്ങളുടെ മേധാവികളെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹമുള്ള DO, AO, ഞങ്ങളുടെ സ്വന്തം സ്വാമി, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, കൊച്ചുകുട്ടികളെ, ഇതൊരു സന്തോഷത്തിൻ്റെ സുദിനമാണ്. സാധാരണ രാജപുരത്ത് കുടിയേറ്റ തിരുനാളായിരുന്നു ഏറ്റവും വലിയ മഹോത്സവം. ഈ വർഷം രാജപുരത്തിന് നമുക്ക് 2 മഹോത്സവമായിരിക്കുന്നു. ഒന്ന് നമ്മളുടെ സ്കൂൾ മേളയും അടുത്തത് നമ്മുടെ തിരുനാളും. ഈ കഴിഞ്ഞ ദിവസം
മേള തുടങ്ങുന്നതിന് തലേ ദിവസം ഒരു അസ്വസ്ഥതകളും ഉണ്ടാകാതെ സ്വസ്ഥമായിട്ട് സുള്ളിയത്ത് പോയിട്ട് 250ഓളം കുട്ടികളോടൊപ്പം ഇരുന്നുകൊണ്ട് ധ്യാനം നടത്തുന്ന ധ്യാന കേന്ദ്രത്തിൽ കൈകൂട്ടി പിടിച്ചെന്നു കൈ വിരിച്ചു പിടിച്ചും ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഈ മലയുടെ മുകളിൽ വരെ മഴ മേഘങ്ങൾ ഇരുണ്ടുകൂടി വെള്ളരിക്കുണ്ടിന്റെ മുകളിൽ വരെ മഴ പെയ്തപ്പോഴും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ മുൻപിൽ ആദ്യം ശിരസ്സുകൾ നമിച്ചുകൊണ്ട് നല്ലവനായ ദൈവം ഈ ഗ്രൗണ്ടിനോടും ഈ ജനതയോടും ഈ മലയോര മേഖലയോടും കാണിച്ച ആ വലിയ കാരുണ്യത്തിന്റെ മുൻപിൽ ശിരസ്സുകൾ നമിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഏറ്റവും വിനീതനായി നിൽക്കുകയാണ്. കാരണം ദൈവം നമ്മളോട് കാണിച്ച വലിയൊരു കാരുണ്യം. ഒരു ദിവസം മഴ പെയ്താൽ നമുക്ക് ഈ ഗ്രൗണ്ട് മുഴുവൻ അസ്വസ്ഥതകൾ ഉണ്ടാകും. ഇവിടെ ആരോട് നന്ദി പറയണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓടി നടന്നുകൊണ്ട് ഇതെല്ലാം ഭംഗിയാക്കി നൽകിയ, ഇതിനുവേണ്ടി എല്ലാം നമ്മെ പ്രോത്സാഹിപ്പിച്ച അനേകം വ്യക്തികൾ ഇവിടെയുണ്ട്. ഈ നിമിഷം എനിക്കറിയാം, ഇവിടെ ഒരു വലിയ വാചാലമായ പ്രസംഗത്തെക്കാൾ ഉപരി ഫസ്റ്റ് മേടിച്ചതിന്റെ ആഘോഷത്തിമർപ്പില് ഇവിടെ നിന്നും ഈ ഗ്രൗണ്ടിൽ നിന്നും സ്കൂളിലേക്ക് ഘോഷയാത്രയ്ക്ക് വേണ്ടി ചെണ്ടയും കൊട്ടിയൊന്ന് ആഘോഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന നിങ്ങൾക്കിപ്പോൾ ഇവിടെ പ്രസംഗങ്ങൾ അധികം പ്രസക്തമല്ല എന്ന് എനിക്കറിയാം. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, നമുക്ക് ആഘോഷിക്കാം. ദൈവം നൽകിയ ഒരു സുദിനത്തിന് ഈ 3 സുദിനങ്ങള് ഒരു ബുദ്ധിമുട്ടുകളും കൂടാതെ ഇവിടെ സംഘടിപ്പിച്ച ഈ അധ്യാപകരും ഈ ഡിപ്പാർട്ട്മെന്റിനും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇത് നടത്തുവാൻ സൗകര്യമൊരുക്കി തന്ന ദൈവത്തോടൊപ്പം നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച, ഞാനല്ല നന്ദി പറയുന്നെങ്കിൽ പോലും ഇതിന്റെ പിന്നില് അനേകം വ്യക്തികളുണ്ട്. അവരോടൊക്കെ ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ആരുടെയെങ്കിലും പേരുകൾ ഈ സന്തോഷത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകുമെന്ന് എനിക്കറിയാം. എന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ, ഓരോ സമ്മാനവും മേടിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങള് ഓരോ ദിവസവും പടിക്കുപടിയായിട്ട് ഉയരുമ്പോൾ ഈ രോമകോപങ്ങളിൽ നിന്നും ഈ കുഞ്ഞുങ്ങളെയും സ്കൂളിനെയും സ്നേഹിക്കുമ്പോൾ അവരുടെ മുൻപിൽ ചാടിക്കൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് ആർപ്പ് വിളിക്കണമെന്ന് തോന്നുമ്പോഴും ഞാനൊരു വൈദികനാണല്ലോ, അത് പ്രകടിപ്പിക്കുന്നതിന് ഒരു പക്വതയുണ്ടല്ലോ എന്ന് എഴുതിക്കൊണ്ട് ഞാൻ പലപ്പോഴും അടങ്ങിയിരിക്കുകയായിരുന്നു. ഇത് നമ്മളോട് ഇവിടെ വന്ന് സഹകരിച്ച, നമ്മളോടൊപ്പമായിരുന്ന, ബസ് മേടിച്ചില്ലെങ്കിൽ പോലും ഇവിടെ വളരെയധികം പ്രശസ്തമായി ഏറ്റവും നല്ല രീതിയിൽ സമ്മാനം മേടിച്ച് കടന്നുപോയ അനേകം മക്കളുണ്ട്, അനേകം സ്കൂളുകളുണ്ട്. അവരെ നമ്മൾ അംഗീകരിക്കുന്നു, അവരെ നമ്മൾ ബഹുമാനിക്കണം. അവരോട് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഞാൻ നിങ്ങളോട് അല്പസമയം മുമ്പ് പറഞ്ഞതുപോലെ ഒന്നും വേദനിപ്പിക്കാതെ അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ അടുത്ത വർഷങ്ങളിൽ സ്നേഹത്തോടുകൂടി ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് മത്സരിക്കാമെന്ന് വാക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ആരോടൊക്കെ നന്ദി പറഞ്ഞാലും മതി വരില്ല. അതുകൊണ്ട് ഞാനിവിടെ ദീർഘിപ്പിക്കാതെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഒരു അക്ഷരം പോലും തെറ്റിക്കാതെ ഭംഗിയായി തീർത്ത ഈ ഹോളി ഫാമിലിയിലെ ഷാജിയച്ഛന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാധാരണഗതിയിൽ കായികമേളകളുടെ ഉദ്ഘാടനം തന്നെ ദീർഘമായ പ്രസംഗം നടക്കുന്ന അല്ല തുടങ്ങാറെന്നുള്ളതുകൊണ്ട് സമാപനവും വലിയൊരു പ്രസംഗത്തിലൂടെ അവസാനിപ്പിക്കേണ്ടതില്ല എന്ന് ഞാൻ കരുതുകയാണ്. അവർക്ക് വലിയ സന്തോഷമാണ്. 3 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന കായികമേളയിൽ ഇവിടെ പുതിയ ഉയരത്തിനും പുതിയ വേഗതയ്ക്കുമെല്ലാം വേണ്ടി നടത്തിയിട്ടുള്ള മത്സരങ്ങളാണ് നടന്നത്. മത്സരാർത്ഥികളെല്ലാം അഭിനന്ദനം അർപ്പിക്കുന്നു, വിജയികളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇത് സബ് ജില്ലാ തലത്തിലുള്ള കായികമേളയാണ്.
ജില്ലാതലത്തിലുള്ള കായികമേളയും തുടർന്ന് അങ്ങോട്ട് സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെയുള്ള കായികമേളകളും നടക്കാനിരിക്കും. ഈ മലയോര മേഖലയിലെ ഏറ്റവും നല്ല കരുത്തരായ വിദ്യാർത്ഥികൾ തീർച്ചയായും ജില്ലയിലും സംസ്ഥാനത്തും മികച്ച നേട്ടങ്ങൾ കൈവരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു. തീർച്ചയായും അതിനുവേണ്ടിയുള്ള ഒരു മാറ്റുരക്കലായിരിക്കും നിങ്ങൾ ഇവിടെ നടത്തിയത് എന്ന് ഞാൻ കരുതുകയാണ്. ഇതിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെൻറ്റും അതുപോലെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരും അധ്യാപകന്മാരുമെല്ലാം നടത്തിയിട്ടുള്ള തീവ്രമായ യത്നത്തിൻ്റെ കൂടി ഫലമായിട്ടാണ് നാട്ടുകാരുടെ എല്ലാം സഹായത്തോടെ സഹകരണത്തോടെ വലിയ വിജയകരമായി ഈ മേള നമുക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞത്. തുടങ്ങുന്ന ദിവസം ഞാൻ തിരുവനന്തപുരത്തായതുകൊണ്ട് ഇവിടെ വന്നു ചേരാൻ കഴിയാത്ത കുറവ് നികത്തണമെന്ന നിർബന്ധത്തോടു കൂടിയാണ് ഞാനിവിടെ ഈ സമാപന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ കായിക പ്രതിഭകളെ വളർത്തിയെടുത്ത് അവരെ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും ഏറ്റവും വലിയ കരുത്തുള്ള ശക്തികളാക്കി മാറ്റുക എന്ന ഏറ്റവും മഹത്തായ ഒരു കർമ്മം നമുക്ക് നിർവഹിക്കാനുണ്ടെന്നും അതിൽ വലിയ സംഭാവന ചെയ്യാൻ കഴിയുന്നത് സ്കൂളുകൾ തലത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ നിന്നുള്ള കഴിവുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിലാണെന്നും അതിനാവശ്യമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെന്നുമുള്ള പ്രതീക്ഷയാണുള്ളത്, പ്രത്യാശയാണുള്ളത്. ഈ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വിജയികളെ എല്ലാം ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് കൂട്ടത്തിൽ അവരോടൊപ്പം മത്സരാർത്ഥികളായി വന്ന മുഴുവൻ പേർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമാപന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നടന്നു വന്ന കായിക മാമാങ്കത്തിന് തിരശ്ശീല വീഴുന്ന ഈ സമാപന ചടങ്ങിന് ഇതിൻ്റെ അധ്യക്ഷത വഹിച്ചിട്ടുള്ള റവറൻഡ് ഫാദർ ഷാജി വടക്കേത്തുട്ടി, സ്കൂൾ മാനേജർ, അതുപോലെ നല്ല വാക്കുകൾ കൊണ്ട് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ഹോസ്ദുർഗ് MLA ശ്രീ ഇ ചന്ദ്രശേഖർ സാർ, അതുപോലെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ സദാനന്ദൻ, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സെൻസി SVM, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന തലത്തിൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട MP ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ച ബ്ലെൻഡ് ബ്ലോഗ് ഫോർ എഡ്യൂക്കേഷൻ ഡൈനാമിക് എന്ന് പറയുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്ന പദ്ധതിക്ക് ഇന്ന് രാവിലെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. അത് പറഞ്ഞ് തുടങ്ങാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പോഴാണ് ഇപ്പോഴ് പാലക്കാട് നിന്ന് ഒരു വിളി വന്നത്. പാലക്കാട് നിന്ന് ഇപ്പോൾ ഒരു മെസ്സേജ് വന്നു. പാലക്കാട് വെച്ച് നടക്കുന്ന സംസ്ഥാന കബഡി മത്സരത്തിൽ കാസർഗോഡ് ജില്ല സ്വർണം നേടിയിരിക്കുന്നു. ഈ സന്തോഷം അറിഞ്ഞ് ഇവിടെ ഇരുന്നതിന് ശേഷമാണ് മെസ്സേജ് വന്നത്. അതുകൊണ്ട് സാറിനോടും പറയാൻ പറ്റിയില്ല. ആ ഒരു അവസരത്തിലാണ് വളരെ സന്തോഷത്തോടുകൂടി 3 ദിവസം ഇവിടെ ഈ കായിക മേള നടന്നത്. എനിക്ക് തോന്നുന്നു ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തികഞ്ഞ സംതൃപ്തിയും സന്തോഷവും നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഫാദർ സൂചിപ്പിച്ചതുപോലെ പ്രകൃതിയുടെ ഒരു കലവിലയും ഇവിടെ അനുഭവപ്പെട്ടില്ല. വളരെ നല്ല രീതിയിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്, ഞാൻ പല സ്പോർട്സും കണ്ടിട്ടുണ്ട്, അതിന്റെ സമാപനത്തിൽ കുട്ടികൾ വരിവരിയായിട്ട് ഇങ്ങനെ വരുന്ന കാഴ്ച അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ കൈയടിക്കുന്നത് തന്നെ മനോഹരമാണ്. അതിൻ്റെ കൂടെ ഊയി കൂടി ഉണ്ടാകുമ്പോൾ അതിമനോഹരമായിരിക്കും എന്നാണ്. ഓക്കെ ഏതായാലും വളരെ സന്തോഷം. നിങ്ങളുടെ സംതൃപ്തി സന്തോഷവും എന്നെയും സന്തോഷവാനാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് വേണ്ട ഇവിടെ എല്ലാവരെയും എല്ലാവരെയും വളരെ സന്തോഷത്തില് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഈ മേള ഇവിടെ നടന്നിരിക്കുകയാണ്. ഇനി ഇതിലെ വിജയികളെ കാത്തിരിക്കുന്നത് 14, 15 തീയതികളിൽ നടക്കുന്ന
ജില്ലാമേളയാണ്. ജില്ലാമേള കാസർഗോഡ് അടുക്കത്ത് വയൽ സ്കൂളിൽ വെച്ചിട്ട് നടക്കുകയാണ്. വിജയികളെ ഞങ്ങൾ അവർ ജില്ലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ആവേശത്തോടുകൂടി ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ പ്രതിഭകളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ സന്തോഷപൂർവ്വം എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. 8 പോയിന്റ് നേടിയാണ് ആ വിദ്യാർത്ഥി ഇൻഡിവിജ്വൽ ചാമ്പ്യനായി തീർന്നിരിക്കുന്നത്. 8 പോയിന്റുമായി ഗവൺമെന്റ് വെൽഫെയർ പീസ് പാർട്ടി ഇൻഡിവിജ്വൽ ചാമ്പ്യനായി തീർന്നു. മത്സരിച്ച എല്ലാ ഇനങ്ങളിലും ആ കുട്ടിക്ക് 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സോണശാലി 10 പോയിന്റുമായി സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മത്സരിച്ച 3 ഇനങ്ങളിൽ 2 ഇനങ്ങളിൽ 1ാം സ്ഥാനവും 1-ൽ 2ാം സ്ഥാനവും വിദ്യാർത്ഥിയാണ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തായന്നൂരിലെ അനൂപ് എ, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ തന്നെ ആകാശ് കെ. ഈ ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് LP മിനി ഗേൾസിലും അതേ വിദ്യാലയം തന്നെയാണ് ഇൻഡിവിജ്വൽ സെക്ഷൻ വിദ്യാലയം. കിഡീസ് ബോയ്സ്, കിഡീസ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ UP കിഡീസ് ബോയ്സ് 15 പോയിന്റ്. വിഭാഗത്തിലെ കിഡീസ് പെൺകുട്ടികൾ ഗവൺമെന്റ് LP സ്കൂൾ നീലേശ്വരമാണ്. ജൂനിയർ ബോയ്സ്, ജൂനിയർ ആൺകുട്ടികൾ സബ് ജൂനിയർ ബോയ്സിലും ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ നേടുന്നതാണ്. 29 പോയിന്റ് നേടി. ജൂനിയർ ആൺകുട്ടികളിൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ നീലേശ്വർ വിദ്യാലയങ്ങളിലെ കുട്ടികളും അധ്യാപകരും വരിക. Sub Junior Girls, Holy Family. Senior boys, senior ആൺകുട്ടികൾ, senior girls. SP സെക്ഷൻ ഓവറോൾ ചാമ്പ്യന്മാരായി തീർന്നിരിക്കുന്നത്. ഇൻഡിവിജ്വൽ സെക്ഷൻ ഓവറോൾ സെക്ഷൻ ചാമ്പ്യന്മാരായി തീർന്നിരിക്കുന്നു. നമ്മുടെ കായികമേളയിലെ ഏറ്റവും വേഗത കൂടിയ ഓട്ടക്കാരിക്കും റണ്ണേഴ്സ് 107. ഈ വർഷത്തെ 6ാമത് ഇതിനുവെച്ച് നടന്ന 6ാമത് ഉപജില്ലാ കായികമേളയിലെ കായിക രാജാക്കന്മാരായി മാറിയ വിവരം വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളേവരെയും വിദ്യാലയം
സെക്കൻഡറി സ്കൂൾ ഫ്ലാഗ് ഡീഹോസ്റ്റിംഗ് 2 പതാകകൾ നമ്മൾ ഉദ്ഘാടന സമയത്ത് ഉയർത്തിയിട്ടുണ്ട്. ഒന്ന് ഈ വിദ്യാലയത്തിന്റെ പതാക, രണ്ടാമത് നമ്മുടെ അസോസിയേഷന്റെ പതാക. 2 പതാകകൾക്കും ഒരേ സമയത്ത് ആ 2 പതാകകളും താഴ്ത്തുന്നു. ആ ചടങ്ങാണ് ഇനി അടുത്ത് നടക്കാനുള്ളത്. ആദ്യത്തെ 3 വിദ്യാലയങ്ങൾക്ക് ലഭിച്ച പോയിന്റ് നില ഒരിക്കൽ പറയുകയാണ്. ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി 278, ദുർഗ ഹയർ സെക്കൻഡറി 175, രാജാസ് ഹയർ സെക്കൻഡറി 118. ഇൻഡിവിജ്വൽ മടക്കിത്തരും. ആ പതാകയുമായി ഇൻഡിവിജ്വൽ ചാമ്പ്യന്മാർ നിവർത്തിയിട്ട് നമ്മുടെ മൈതാനിക്ക് ഒരു വട്ടം പൂർണ്ണമായും റൗണ്ട് ചെയ്ത് ഇൻഡിവിജ്വൽ ചാമ്പ്യന്മാർക്ക് പതാകയും വഹിച്ചുകൊണ്ട് ഓടുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അറിയുന്നു. ബാക്കി കുട്ടികളെല്ലാവരും ട്രാക്കിൽ നിന്ന് മാറി ഇൻഡിവിജ്വൽ ചാമ്പ്യന്മാർക്ക് പതാകയും വഹിച്ചുകൊണ്ട് ഓടുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. നമ്മുടെ അസോസിയേഷന്റെ പതാക എല്ലാ ഇൻഡിവിജ്വൽ ചാമ്പ്യന്മാരും ചേർന്ന് നമ്മുടെ മൈതാനിയിൽ ഒരു വട്ടം റൗണ്ട് ചെയ്ത് വന്നതിന് ശേഷം അത് മടക്കി സെക്രട്ടറിയെ ഏൽപ്പിക്കുന്നു. ഓടണം പതാക ഉയർത്തിപ്പിടിച്ച് ഓടുക. എല്ലാവരും ക്ലാപ്പ് ചെയ്യുക. ഇനി നമ്മൾ മത്സരിക്കാൻ പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പറഞ്ഞതുമാതിരി സ്കൂൾ ടീമായിട്ടല്ല പോകുന്നത്, സബ് ജില്ലാ ടീമും അതിൽ നിന്ന് ജില്ലാ ടീമുമായിട്ടാണ് നമ്മൾ ഇനി മത്സരത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇനി മുതലുള്ള മത്സരങ്ങളിൽ നാം എല്ലാം ഒന്നാണ് എന്ന ബോധത്തോടു കൂടി നമ്മുടെ അസോസിയേഷന്റെ പതാക മടക്കി ഈ വർഷത്തെ കായികമേളയുടെ സമാപനം കുറിച്ചുകൊണ്ട് നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ഏൽപ്പിക്കുന്നു. അത് നമ്മുടെ സെക്രട്ടറിയെ അടുത്ത കൊല്ലത്തെ മേള വരെ സൂക്ഷിക്കാൻ വേണ്ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ഏൽപ്പിക്കുന്നു. നമ്മുടെ അസോസിയേഷന്റെ പതാക ഇവിടെ എത്തി. കുട്ടികൾ അത് മടക്കി നമ്മുടെ നാലായി മടക്കി എക്സ് ഓഫീഷ്യോ പ്രസിഡന്റായിട്ടുള്ള ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം അത് ഓണറബിൾ സെക്രട്ടറിക്ക് കൈമാറും. ആ പതാക നാലായി മടക്കി എക്സ് ഓഫീഷ്യോ പ്രസിഡന്റ് നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ ടി.എം. സദാനന്ദൻ സാറിനെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം അത് സെക്രട്ടറിയെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം വളരെ ഉജ്ജ്വലമായി നമ്മുടെ മൈതാനത്തിൽ ജ്വലിപ്പിച്ചു വന്ന ലൈറ്റ് ടോർച്ച്, അത് കിടത്തുന്ന ഒളിമ്പിക് ടോർച്ച് അണയ്ക്കുന്ന ഒരു ചടങ്ങാണ് അടുത്തതായി നടക്കുന്നത്. ഒളിമ്പിക് ടോർച്ച് അണയ്ക്കുന്നു. അതിനുശേഷം വോട്ട് ഓഫ് താങ്ക്സ്, തുടർന്ന് നാഷണൽ ആന്തം. അതിനുശേഷം മാത്രമേ ആഘോഷ പരിപാടികൾ നടത്താവൂ എന്ന് പ്രിൻസിപ്പളും ഹെഡ് മാസ്റ്ററും നമ്മുടെ എല്ലാമായ ഫാദറും അറിയിക്കുകയാണ്. നടന്നു വരുന്ന ഹോസ്ദുർഗ് സബ് ജില്ലാ സ്കൂൾ കായികമേളയുടെ
സമാപന സമ്മേളനത്തിലെ അധ്യക്ഷൻ, അധ്യാപകരെ, നാട്ടുകാരെ, പ്രിയ വിദ്യാർത്ഥിനികൾ, ഈ കായികമേളയുടെ പിന്നാമ്പുറങ്ങളിലേക്കും ആഴങ്ങളിലേക്കും കണ്ണോടിക്കുമ്പോൾ നന്ദി എന്ന വാക്കുകളെക്കാൾ ഉപരിയായിട്ട് എൻ്റെ മനസ്സിൽ ആ വികാരമാണ് തിരഞ്ഞെടുക്കുന്നത്. 3 ദിവസമായി ഇവിടെ നടന്നു വരുന്ന ഈ മേളയ്ക്ക് നല്ല കാലാവസ്ഥ തന്ന് നമ്മളെ അനുഗ്രഹിച്ച പ്രപഞ്ച നിയന്ത്രണമായ ദൈവത്തിന് മുമ്പിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കൈകൂപ്പുക. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സംഘാടക സമിതി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീ എച്ച് വിഘ്നേശ്വര ഭട്ട് അവരുടെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വളരെ സജീവമായി ഇതൊരു പഞ്ചായത്തിന്റെ തന്നെ അഭിമാന പ്രശ്നമായി സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഈ മേള ഒരു വലിയ വിജയമാക്കുവാൻ അദ്ദേഹം നമ്മളെ സഹായിച്ചു. അദ്ദേഹത്തിനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന കളാർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നീ തലങ്ങളിലുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ ഒന്ന് ഫുഡ് കമ്മിറ്റി. നമുക്കറിയാം 3 ദിവസമായി ഇവിടെ ഏതാണ്ട് 1250, 1500, ഇന്നാണെങ്കിൽ 2600ഓളം പേർക്ക് സദ്യ കൊടുക്കുന്നു. അതെല്ലാം ക്രമീകരിച്ച് അതിൻ്റെ ചെയർമാനായ ഊർജ്ജസ്വലതയോടെ ശ്രീ ജെന്നി കെ.കെയുടെ നേതൃത്വത്തിൽ ഫിനാൻസ് കമ്മിറ്റി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ മേള ഒരു വിജയമാക്കി തീർക്കുവാൻ സാധിച്ചത് എന്നുള്ളത് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മത്സരങ്ങൾക്ക് സജ്ജമല്ലാതിരുന്ന ഈ ഗ്രൗണ്ട് അത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വളരെ മനോഹരമാക്കി അത് അല്ലെങ്കിൽ മത്സര സജ്ജമാക്കിയത് ശ്രീ ജെന്നിയുടെ നേതൃത്വത്തിലുള്ള ആ കമ്മിറ്റിയായിരുന്നു, ജിജിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയായിരുന്നു എന്ന് വിചാരിച്ച് മറ്റ് കമ്മിറ്റികളെ ഞാനത് പുറകോട്ട് പിന്തുണ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. PT എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും തന്നെ അതിനോട് നല്ല വിധം സഹകരിച്ചു. സ്കൂളിന്റെ പേരിൽ, ഈ മേളയുടെ പേരിൽ അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ സിൻസി ഈ മേളയുടെ കൺവീനർ സ്ഥാനത്താണ്. സിസ്റ്ററിന്റെ ആ നേതൃത്വത്തിൽ ഞങ്ങളുടെ സ്റ്റാഫ്, അതുപോലെ കുട്ടികളെ എല്ലാവരെയും ഒരേ ചരടിൽ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഒരു മേള ഒരു വിജയമായി തീർന്നത്. അവർക്കും ഈ മേളയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഈ മേളയുമായിട്ട് സഹകരിച്ചത് നമ്മളുടെ ഈ ഗ്രൗണ്ടിന് ചുറ്റുപാടുമുള്ള അയൽക്കാരാണ്. വെള്ളമെടുക്കാനും കറണ്ട് എടുക്കാനും അതുപോലെ തന്നെ ഭക്ഷണശാല ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുനാ ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे ഇനി നമ്മൾക്ക് എല്ലാവർക്കും ആവേശമായിട്ട് സ്കൂളിലേക്കുള്ള ഘോഷയാത്രയാണ്. മുന്നില് ബാൻഡ് സെറ്റുകാരുണ്ടാവും. നമ്മൾ കഴിഞ്ഞ പിന്നാലെ നമുക്ക് ആർക്കും വിളിച്ച് മുന്നോട്ട് പോകാം.
വിഭാഗങ്ങൾക്കും പഠനം ഉണ്ടായിരിക്കുമെന്ന കാര്യം അറിയിക്കുന്നു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് നാളെ പ്രവൃത്തി ദിനമായിരിക്കും.